വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ കുറച്ച് പേര് എൻ്റെ അടുത്ത് ക്രിസ്മസിൻ്റെ ഔട്ട്ഫിറ്റൊക്കെ കാണിക്കാൻ പറഞ്ഞില്ലേ, അപ്പോൾ അത് ഓർഡർ ചെയ്ത് എനിക്ക് കിട്ടാൻ വേണ്ടി ഇനി നല്ല ലേറ്റ് ആവും. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് മെറ്റീരിയലൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് 3 മീറ്ററിൻ്റെ മെറ്റീരിയലിന് 200 രൂപയാണ്. അങ്ങനെ ഈ ഒരു റെഡ്, പിന്നെ ഇതൊരു നേവി ബ്ലൂ ആൻഡ് ഒരു ഇങ്ങനെ റെഡ് ലൈൻ പോയിട്ടുണ്ട് അങ്ങനത്തത്. പിന്നെ ഇതായത് ബ്ലാക്കും റെഡും കൂടെയുള്ള ഇങ്ങനെ ഒരു എന്താ പറയുക സ്ക്വയർ ആയിട്ട് ഇങ്ങനെ പോയിട്ടുള്ളത്. അപ്പോൾ ഇത് 3ആണ് മെറ്റീരിയൽ. പിന്നെ എൻ്റെ കയ്യിൽ ബാക്കിയുള്ളത് കുറച്ച് ഓൾറെഡി നേരത്തെ ഞാൻ പണ്ടപ്പോഴോ വാങ്ങിച്ചു വെച്ചിട്ടുള്ള കുറച്ച് മെറ്റീരിയലുണ്ട്. ഇത് വെൽവെറ്റിൻ്റെ ബ്ലാക്ക്, പിന്നെ അതുപോലെ ഈ ഒരു ഡ്രസ്സ്, ഇതൊക്കെ വെച്ചിട്ട് ഞാൻ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. ഈ ഡ്രസ്സ് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്. നയൻതാരയുടെ ഒരു വീഡിയോ, അതായത് നയൻതാര ലുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തപ്പോഴത്തേക്കും ഇട്ടിരുന്ന ഡ്രസ്സാണ്. ശരിക്കും അന്ന് ഇതിൻ്റെ ഫ്രണ്ട് അല്ല, ബാക്ക് പോർഷനാണ് ഫ്രണ്ടായിട്ട് ഞാൻ കാണിച്ചിരുന്നത്. ഇതാണ് ശരിക്കും ഇതിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു ലുക്കിന് നല്ല കെയറി നെക്കാണ് വേണ്ടത്. അപ്പം ഞാൻ അതിൻ്റെ ബാക്ക് തിരിച്ചിങ്ങനെ ഇട്ടിട്ടാണ് അന്ന് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പിക്ക് ഉണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാറുണ്ട്, പിക്ക് കാണും. അപ്പോൾ അങ്ങനെയാണ്. ഞാൻ ഇത് ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് മുമ്പ്, കുറേ നാളായാണ് ആ വീഡിയോ ഒക്കെ എടുത്തിട്ട്. അപ്പോൾ ഈ ഒരു ഔട്ട്ഫിറ്റിൽ നിന്നും കുറച്ച് പീസൊക്കെ കട്ട് ചെയ്തിട്ട് എൻ്റെ ഒരു മനസ്സിൽ കുറച്ച് ഐഡിയാസൊക്കെ ഉണ്ട്, അതൊക്കെ വെച്ചിട്ട് ഞാൻ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 3-4 ഔട്ട്ഫിറ്റ് എന്നെക്കൊണ്ട് കൂടുതൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ചെയ്യാം. പിന്നെ എൻ്റെ കയ്യിലുള്ള കുറച്ച് മുമ്പെടുത്ത സ്വെറ്ററും അങ്ങനെയൊക്കെ കുറച്ച് ഡ്രസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടൊന്ന് സ്റ്റൈൽ ചെയ്യുന്ന വീഡിയോ ആണിത്. ഇത് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ബാക്കി ഇനി ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതായിരിക്കും കാണിക്കുന്നത്. എനിക്ക് ടൈം കിട്ടുമെന്നുണ്ടെങ്കിൽ ഞാൻ ഷോർട്സ് ആയിട്ടൂടെ ഇടാം കേട്ടോ. പിന്നെ ഈ മെറ്റീരിയൽ ഇല്ലേ, ഈ മെറ്റീരിയൽ ഒക്കെ 200 രൂപയാണ്. ഇത് 3 മീറ്ററിന് 200 രൂപയാണ്. ഇത് ശരിക്കും നൈറ്റി മെറ്റീരിയലാണ് കേട്ടോ. ഇത് ഞാൻ എവിടെ നിന്ന് വാങ്ങിച്ചെന്ന് എല്ലാവരും ചോദിക്കും. ഇത് രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിൽ നിന്നാണ് വാങ്ങിച്ചത്. അട്ടക്കുളങ്ങരയുള്ളത്. ട്രിവാൻഡ്രത്തുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അറിയാം. കുറേ പേര് പറഞ്ഞിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സുകളൊന്നും അല്ല അവിടെ കിട്ടുന്നത്. പക്ഷെ നമ്മൾ ശരിക്കും നല്ലതുപോലെ അന്വേഷിച്ച് അങ്ങനെ കണ്ടുപിടിച്ച് തിരഞ്ഞെടുക്കുക എന്നുണ്ടെങ്കിൽ നല്ല ഡ്രസ്സുകൾ കിട്ടും കേട്ടോ. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നല്ല അഫോർഡബിൾ ആയിട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ കുറേ ടൈം എടുത്ത് നിൽക്കണം, നോക്കി എടുത്താലേ നല്ലത് കിട്ടത്തുള്ളൂ. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ശരി, നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. 2 സ്കേർട്ടും 2 ഡ്രസ്സും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയ മേക്കപ്പ് നോക്കാം. ഫസ്റ്റ് തന്നെ സ്കിൻ കെയർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫൗണ്ടേഷൻ ഇടുമ്പോൾ നല്ലൊരു സ്മൂത്ത് ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. എല്ലാം വളരെ ലൈറ്റ് ആയിട്ടോ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നന്നായിട്ട് നെക്കിലും കൂടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഐബ്രോ ആണ് കേട്ടോ വരച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും കേട്ടോ. എന്നിട്ട് ഐബ്രോ ഫിൽ ചെയ്തതിന് ശേഷം പിന്നെ ബ്ലഷ് ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ബ്ലഷ് വന്നിട്ട് ലിപ്സ്റ്റിക് ആണ് കേട്ടോ, നിക്സിൻ്റെ ലിപ്സ്റ്റിക്കാണ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഹൈലൈറ്റർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് പേർപ്പിളിൻ്റെ ഹൈലൈറ്റർ ആണ്, നല്ല ഹൈലൈറ്റർ ആണ് കേട്ടോ. ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നെക്കിലൂടെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ കോളർ ബോൺസിൻ്റെ അവിടെയൊക്കെ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കണ്ണിൽ ഐലൈനർ വരച്ചു. എന്നിട്ട് ഞാൻ വാലൊക്കെ ഇട്ടായിരുന്നു ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. പിന്നെ അത് കുളമായി, ഞാനത് മായ്ച്ചായിരുന്നു. എന്നിട്ട് വീണ്ടും ഞാനൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കണ്ണിൽ നന്നായിട്ട് മസ്കാരയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ലിപ് ബാം ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വാസലിനാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു ഗ്ലോസി ഫിനിഷിങ് കിട്ടും ഈ ഒരു ടൈമിൽ ഇടുക എന്നുണ്ടെങ്കിൽ. ഞാൻ ഫസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ലിപ്സ്റ്റിക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ അടുത്ത് ഹെയർ ചെയ്യാൻ പോവുകയാണ്. ഓരോ ലുക്കിനും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഞാൻ വരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ഹെയർ സ്റ്റൈലിൽ ഞാനിങ്ങനെ ഹൈലൈറ്റർ വയ്ക്കുന്നുണ്ട്. എല്ലാ ലുക്കിലും ഈ ഒരു ഹൈലൈറ്റർ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു 6 ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സ്ട്രിപ്പ് ഉണ്ട്, അത് ഞാൻ ഹെയറിൽ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ലുക്കിൽ ഞാനിതിങ്ങനെ ഫ്രണ്ടിലത്തെ എല്ലാ പോർഷൻ ഹെയറും കൂടെ ഇങ്ങനെ പുറകോട്ട് എടുത്തിട്ട് ജസ്റ്റ് ബാക്കിൽ ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ബോ ആണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഈ ബോ ഞാൻ ഈ ഒരു മെറ്റീരിയലിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ്. നല്ല ഭംഗിക്ക് വന്നിട്ടുണ്ട്. സെൻറ്ററിൽ ഒരു ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് ലുക്ക്. ഇതൊരു ബസ്റ്റിയർ ടോപ്പ് പാറ്റേണിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബസ്റ്റിയർ ടോപ്പിൻ്റെ ഒരു പാറ്റേൺ, ആ ഒരു ഫോമിൽ വരുന്ന ഡ്രസ്സിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ആണ് കേട്ടോ. മിന്ത്രയിലും ആമസോണിലൊക്കെ നിങ്ങൾ ഈ ഒരു പാറ്റേൺ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. 2000, 1500 ആ ഒരു റേഞ്ചിലൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് കഷ്ടപ്പാടായിരുന്നു കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലും ഫൈനലി നന്നായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. വളരെ മിനിമൽ ആയിട്ടുള്ള ആക്സസറീസ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഡെയിൻറ്റി ജ്വല്ലേഴ്സ് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫുഡ് വെയർ എനിക്ക് ഇതിനോട് അത്ര ചേർന്നതായിട്ട് തോന്നിയില്ല. പിന്നെ എൻ്റെ ഉള്ളത് വെച്ചിട്ട് ഞാൻ ആക്സസറീസ് എടുത്തതാണ് കേട്ടോ. ലാസ്റ്റ് മിനിറ്റ് ഉള്ള ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ എനിക്ക് വേറെ ഒന്നും വാങ്ങിക്കാനൊന്നും ടൈം കിട്ടിയില്ല. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ ലുക്കിൽ ഞാൻ വലിയ വ്യത്യാസങ്ങളൊന്നും വരുത്തിയില്ല. കണ്ണിന് താഴെ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു മാൾസിൻ്റെ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് കുറച്ച് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വീണ്ടും നൈക്കിയുടെ ഒരു ലിപ്സ്റ്റിക്കും കൂടെ അതിൻ്റെ പുറത്തൊന്ന് ടോപ്പ് അപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ലിപ്സ്റ്റിക്കും എന്നെ അതുപോലെ കണ്ണിലും മാത്രമേ ചേഞ്ചസ് വരുത്തിയിട്ടുള്ളൂ. പിന്നെ ഹെയറിൽ ഞാൻ ചെറിയ വ്യത്യാസം വരുത്തുന്നുണ്ട്. നേരത്തെ ഫുൾ ഹെയർ ബാക്കിലോട്ട് വെച്ചിട്ട് അങ്ങനെ പിൻ ചെയ്യല്ലേ ചെയ്തത്.
ഇപ്പോൾ അങ്ങനെയല്ല. 2 സൈഡിലും ഇങ്ങനെ ഓരോന്നെടുത്ത് ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ബാക്കിൽ ആ ഒരു സെയിം പോർഷനിൽ തന്നെ വെക്കുന്നുണ്ട്. ഈ ഒരു ബോയും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ആ ഒരു മെറ്റീരിയലിൽ നിന്നിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സെൻറ്ററിലും ഒരു ബട്ടൺസ് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇതാണ് അതിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. ഇതും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പീറ്റർ പാൻ കോളറൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇങ്ങനത്തെ ഒരു പാറ്റേൺ ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതെല്ലാം യൂട്യൂബ് നോക്കി ചെയ്തിട്ടുള്ളതാണ്. ഞാൻ മുമ്പ് ഇങ്ങനെ ഡിസൈനിങ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഇപ്പോഴാണ് ഇങ്ങനത്തെ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത്. ഇതും നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിലും എനിക്ക് തോന്നി ലാസ്റ്റ് ഒരു താഴെ ഒരു ഫ്രിൽസ് ഒക്കെ വെക്കാമെന്ന്. പക്ഷെ എന്നാലും നല്ല ലുക്കായിരുന്നു കേട്ടോ. ഇതും മിനിമൽ ആയിട്ടുള്ള ആക്സസറീസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത മൂന്നാമത്തെ ലുക്ക്. ഈ ഒരു ലുക്ക് ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ടാണ് കേട്ടോ ഷൂട്ട് ചെയ്യായിരുന്നത്. അപ്പോൾ തന്നെ കുറച്ച് മേക്കപ്പ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് ലൂസ് പൗഡറൊക്കെ വെച്ചിട്ട് ഫസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ അതിനുശേഷം ലിപ് ലൈനർ വരച്ചു. കുറച്ചൊന്ന് ബോൾഡ് ആയിട്ടുള്ള ലുക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ഡിഫൈൻഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ലിപ് ലൈനർ വെച്ചു. പിന്നെ മാർസിൻ്റെ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കൊടുത്തു. കണ്ണിലൊന്ന് ചെറുതായിട്ടൊന്ന് സ്മോക്ക് ഔട്ട് ചെയ്തെടുത്തു. അത്ര തന്നെയുള്ളൂ. പിന്നെ ഒരു ഹൈ പോണി കെട്ടി കൊടുത്തു. ഹൈ പോണി ടൈൽ കെട്ടിയിട്ട് അതിൻ്റെ ആ ഒരു ബണ്ണ് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഹെയർ എടുത്തിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഹെയർ പിൻ വെച്ച് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്ര തന്നെയുള്ളൂ. വലിയ ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. പിന്നെ അതിനുശേഷം ഇതിൽ കുറച്ച് ബോൾഡ് ആയിട്ടുള്ള ലുക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ ഹൂപ്സ് ടൈപ്പ് ഇയറിങ്സും അതുപോലെ അങ്ങനത്തെ ടൈപ്പ് റിങ്ങും ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഹോൾട്ടർ നെക്ക് ഇത് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ടോപ്പ് ഇതിൻ്റെ സ്കേർട്ട് വന്നിട്ട് നേരത്തെ കാണിച്ച ഡ്രസ്സിൽ നിന്ന് സർക്കുലർ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ആ ഒരു ഡ്രസ്സിൻ്റെ നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. വുഡ് വെയർ ആണെങ്കിലും നന്നായിട്ട് ചേരുന്നുണ്ട്. ഇനി അടുത്ത് നാലാമത്തെ ലുക്ക്, ഏറ്റവും ലാസ്റ്റ് ലുക്ക്. ഇനി ഇതിൽ ഫേസിൽ ഒരു തരത്തിലുള്ള മാറ്റങ്ങളും ഇല്ല. സെയിം ലുക്ക് തന്നെയാണ് ഫേസിൽ. ആകെ മാറ്റം വരുത്തിയിട്ടുള്ളത് ഹെയറിലാണ്. അതും വലിയ മാറ്റങ്ങളില്ല, ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ. ഇതിൽ ഞാൻ ചെറിയ കേൾസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കേൾസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഡിഫൈൻഡ് ആയിട്ട് നിൽക്കുന്ന കേൾസ് ഒന്നുമല്ല. ജസ്റ്റ് ഒരു ചെറുതായിട്ടൊന്ന് കേൾ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു മെസ്സി ടൈപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ എല്ലാ കേൾസും ഇട്ടതിന് ശേഷം ഒന്ന് കൈ വെച്ചിട്ട് നമ്മളിങ്ങനെ കോംബ് ചെയ്ത് കൊടുക്കത്തില്ലേ, അങ്ങനെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അത് ഫുള്ള് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. ശരിക്കും നിങ്ങൾക്ക് കേൾസ് ഇങ്ങനെ ഡിഫൈൻഡ് ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് സ്ക്രഞ്ച് ചെയ്ത് കൊടുക്കണം. അത് ഞാൻ ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ. അതിനുശേഷം ഇതുപോലെ സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുത്തിട്ട് ഫ്രണ്ടിലെ എല്ലാ പോർഷൻ ഹെയറും കൂടെ ബാക്കിലോട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ചെറിയൊരു ബൺ വെച്ചു. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ചെയ്തത്. പക്ഷേ എനിക്ക് ആ ലുക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്തോ ഞാൻ മുമ്പും ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു അത് വേണ്ട, ഇതിലും ബോ തന്നെ വയ്ക്കാം, ക്രിസ്മസ് അല്ലേ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ ബോ വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വെറ്ററും സർക്കുലർ മോഡൽ സ്കേർട്ടും ആണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. സ്വെറ്റർ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. ഇതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം കേട്ടോ. ബട്ടൺസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഫുഡ് വെയറും ഇതിൻ്റെ കൂടെ നന്നായിട്ട് ചേരുന്നുണ്ട്. സ്ലീവ്ലെസ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് കംഫർട്ടബിൾ അല്ലാത്തവർക്കും ഇങ്ങനത്തെ ഈ ഒരു ലുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ആക്സസറീസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും കമ്മലും റിങ്ങും ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. കണ്ടാ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ബോ വെച്ചിട്ടുണ്ടെന്ന്, ഈ ഒരു ബോ ആണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ലുക്കുകൾ. ഈ 4 ലുക്കിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായെന്നുള്ളത് എന്തായാലും താഴെ കമൻറ്റ് ചെയ്ത് പറയണം. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. ആൻഡ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.